അച്ഛ പോട്ടുമാവോ അച്ചു ആ പോയിട്ടില്ല. നീ പോയില്ലേ? ഇല്ലതേ പോവാൻ പോണുള്ളൂ. ബാ കേറ്. ഇല്ല, അതെ എനിക്കൊരു 40 രൂപ വരുമോ? 40 രൂപയെ തരാല. എന്തിനാടി? അതെ, ഒരു പാഡ് മേടിക്കാനാണ്. അല്ല, പാഡ് മേടിക്കാൻ പോലും നിന്റെ ചേട്ടൻ പൈസ ഒന്നും തന്നില്ല നിനക്ക്? അല്ല, എന്റെ കയ്യിൽ അങ്ങനെ പൈസ ഒന്നും തരാറില്ലല്ലോ. ചേട്ടനോട് ഇല്ല എന്താനും. പാഡ് മേടിക്കാൻ നോക്കിയപ്പോ 1 രൂപ പോലും എന്റെ കയ്യിലില്ല. അതാ ഞാൻ നിന്റെ അടുത്തൊന്ന് ചോദിച്ചത്. ഞാൻ പൈസയൊക്കെ എടുത്ത് തരാം. പിന്നെ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. കല്യാണത്തിന് ശേഷമേ ഞാനും ഇതേപോലെ വീട്ടിൽ തന്നെയായിരുന്നു. ജോലിക്കൊന്നും വിടൂലായിരുന്നു ചേട്ടൻ. പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞത് പിള്ളേരൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി ഓരോ സാധനങ്ങളും. പക്ഷെ നമുക്കത് മേടിച്ചു കൊടുക്കാൻ കയ്യിൽ പൈസ വേണ്ടേടി. പിന്നെ ഞാൻ തീരുമാനിച്ച് എന്തായാലും ഒരു വരുമാനം വേണം. അതിന് തന്നെ വേണ്ടിയാണ് ഞാൻ ജോലിക്ക് പോയത്. ഇപ്പൊ എന്റെ പൈസയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ടെന്നും ഇതൊന്നും വിഷമിക്കരുത്. നീ ഒരു ജോലിക്ക് പോ. അപ്പൊ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് മേടിക്കേണ്ട കാര്യമില്ലല്ലേ? നീ പറഞ്ഞത് ശരിയാണ്. സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്തവരുടെ അവസ്ഥ ഇതാണ്. ഒരു പാഡ് മേടിക്കണമെങ്കിൽ പോലും ഇപ്പൊ നിന്റെ അടുത്തൊന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ. ചേട്ടനാണെങ്കിൽ അറിഞ്ഞോട്ട് ചെയ്യുമില്ല. ഇത്തവണ കടയിൽ പോയിട്ടില്ലേ 7 രൂപ ചില്ലറ വന്നിട്ടില്ലേ, അതുവരെ എന്റെ അടുത്തുനിന്ന് കണക്ക് പറഞ്ഞ് മേടിച്ച്. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഒരു 10 രൂപ നീ എനിക്കെന്ന് പറഞ്ഞിട്ടും ഇത്ര നാളായിട്ടും തന്നിട്ടില്ല. നീ വിഷമിക്കൊന്നും വേണ്ട. നമുക്കേ സ്വന്തമായിട്ട് ഒരു വരുമാനം വേണേ. അല്ലെങ്കിലേ നമുക്ക് വീട്ടിൽ ഒരു വില ഉണ്ടാവില്ല. ഒരു മടിയായിരിക്കുള്ളൂ. അതെ, ഞങ്ങളുടെ കമ്പനിയിലെ പുതിയ ഇന്റർവ്യൂ തന്നെ ഉണ്ട്. നീ നിന്റെ ബയോഡാറ്റ എനിക്ക് തന്നേക്കും. ഞാൻ അവിടെ എന്തായാലും കൊടുത്തേക്കാം. ഞാൻ എന്തായാലും തരാം. ജോലി അത്യാവശ്യവും. ഞാൻ പൈസ എടുക്കട്ടെ, സമയമായി. അതെ, ജോലി കിട്ടിക്കഴിയുമ്പേ ഈ പൈസ എനിക്ക് തന്നോട്ടാ. ഓടി കളിയാക്കാതെ ഇതൊക്കെ ഞാൻ തിരിച്ചു തന്നേക്കാം. പാവം.